Hello everyone. Today in this video we'll be discussing the essay Nation Language by Edward Kamayu Braithwaite, which comes under PGS3 elective paper African and Caribbean Literature. So Braithwaite was born in Barbados, an island in West Indies. He was a poet, historian, literary critic, and academician, and he was an education officer in the Ministry of Ghana and also worked as a lecturer in the universities of West Indies and Jamaica. And he is also credited with founding the Caribbean artist movement, and he also published a journal known as Savako. His poetry collection include The Arrivants, A New World Trilogy, Other Exiles, Black and Blues, Third World Poems, and his historical works include The Development of Creole Society in Jamaica and A History of the Voice, The Development of Nation Language in Anglophone Caribbean Poetry. It is in this work that the essay Nation Language is included, and he passed away recently in 2020. Okay, so this is the original text that we have to study, and in it he is talking about the nation language, that is the language that contains the African aspects, but it also has the influence of European language as well. അപ്പോൾ ഈ ഒരു എസ്സേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓഥർ പറയുന്നത് കരീബിയൻ ഐലൻഡ്സിനെ കുറിച്ചാണ്. കരീബിയൻ ഐലൻഡ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഐലൻഡ്സ് stretching out on an arc of some 2,000 miles from Florida through the Atlantic to the South American coast. അതാണ് കരീബിയൻ ഐലൻഡ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി. പിന്നെ അതിലെ അവിടുത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് അമേരിന്ത്യൻസ് എന്നായിരുന്നു. അതായത് ടൈനോ, സിബോനൈ, കാരിബ്, അറവാക്ക്, ഈ ഒരു 4 ട്രൈബ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന അമേരിന്ത്യൻ ആൾക്കാരായിരുന്നു ഇവിടുത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. പിന്നെ എന്താ സംഭവിക്കുന്നത്, 1492 കൊളംബസ് ഡിസ്കവർ ചെയ്യുന്നു കരീബിയൻ ഐലൻഡ്സിനെ. ദാറ്റ് ഈസ് സ്റ്റിൽ വെരി ഐറോണിക്കൽ. കാരണം ഡിസ്കവർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഐറണി ഈസ് ഇവിടെ ഓൾറെഡി കരീബിയൻ ഐലൻഡ്സ് ഉണ്ടായിരുന്നു, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ അഗൈൻ കൊളംബസിൻ്റെ ഒരു യാത്രയിലൂടെ ഈ ഒരു കരീബിയൻ ഐലൻഡ്സിനെ ലോകം പരിചയപ്പെടുന്നു, പ്രത്യേകിച്ച് യൂറോപ്യൻസ് പരിചയപ്പെടുന്നു. അങ്ങനെയാണ് അവിടേക്ക് യൂറോപ്യൻ ഒരു കോളനൈസേഷൻ അവിടേക്ക് വരുന്നത്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല, സ്പാനിഷ്, ഫ്രഞ്ച് ആൻഡ് ഡച്ച്, ഈ 4 യൂറോപ്യൻ പവേഴ്സ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു നേറ്റീവ്സിനെ നാഷണലൈസ് ചെയ്യുന്നു. അതൊരു വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. കാരണം യൂറോപ്യൻസിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അവരാണ് ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ എന്നും, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിസ്കവർ ചെയ്യുന്ന ലാൻഡിലെ നേറ്റീവ്സിനെ സിവിലൈസ് ചെയ്യുന്നതും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെല്ലാം അവരുടെ ഒരു ബേർഡൻ ആണെന്നുള്ള രീതിയിലാണ് പൊതുവെ ഉള്ളൊരു യൂറോപ്യൻ ഐഡിയോളജി. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പല യൂറോപ്യൻ പവേഴ്സ് ഇവിടെ വരികയും ഈ ഒരു 4 മെട്രോപൊളിറ്റൻ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ഡച്ച്, ഈ ഒരു ലാംഗ്വേജസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിലൂടെ അമേരിന്ത്യൻസിൻ്റെ ഉന്മൂലനാശമാണ് നമ്മളവിടെ കാണുന്നത്. ഒരു 30 വർഷത്തിനപ്പുറം നേറ്റീവ്സ് ഒന്നടങ്കം നശിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, സ്വാഭാവികമായിട്ടും അവിടെ അതൊരു കോളനിയായി മാറുമ്പോൾ അവിടേക്ക് ലേബർ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ലേബറായിട്ട് ആ സമയം സ്ലേവ് ട്രേഡ് വളരെ സജീവമായിരുന്നു. അങ്ങനെ ലേബറേഴ്സായിട്ട് ഇവിടെ വരുന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള നേറ്റീവ്സ് ആയിരുന്നു. അവിടെ അഷാന്തി, കോങ്കോ, യൊറൂബ, ഈ 3 ട്രൈബിലുള്ള നേറ്റീവ്സിനെയാണ്, കൂടുതലും വെസ്റ്റേൺ ആഫ്രിക്കയിലുള്ള ഈ ട്രൈബ്സ് ആണ്. ഇവിടെ നിന്നുള്ള ഈ നേറ്റീവ്സിനെയാണ് കരീബിയനിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് ഫോർ മാനുവൽ ലേബർ ആസ് സ്ലേവ്സ്. അപ്പം ഇവിടെ നിന്നാണ് ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒരു മിക്സിങ് നടക്കുന്നതെന്നാണ് ഓഥർ പറയുന്നത്. കാരണം ഓൾറെഡി നമുക്ക് യൂറോപ്യൻ ലാംഗ്വേജസ് ഉണ്ട്, അമേരിന്ത്യൻസ് സ്പീക്ക് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. നശിച്ചു പോയെങ്കിലും അവിടെ അപ്പോഴും 1-2 നേറ്റീവ്സ് എങ്കിലും അവിടെ സർവൈവ് ചെയ്തിരുന്നവർ ആ ഒരു ലാംഗ്വേജ് ആയിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ സ്ലേവ്സ് എന്ന രീതിയിൽ വെസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് ആ ഒരു ആഫ്രിക്കൻ ലാംഗ്വേജ് സംസാരിക്കുന്ന കുറച്ച് പേര് വരുന്നു.
അങ്ങനൊരു ലാംഗ്വേജ് മിക്സിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിന്നത് യൂറോപ്യൻ ലാംഗ്വേജസ് തന്നെയാണ്. കാരണം അവരാണ് അവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള കോൺക്കറേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് ആണ് കൂടുതലും അവിടെ എല്ലാ ഡിസ്കോഴ്സിനും കോൺവെർസേഷനും എല്ലാം അങ്ങനത്തെ യൂറോപ്യൻ ലാംഗ്വേജസ് മതി എന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ തന്നെ അതിലൂടെ സംഭവിക്കുന്നത് നേറ്റീവ് ലാംഗ്വേജിൻ്റെ ഒരു നാശമാണ്. കാരണം അങ്ങനത്തെ ഒരു നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കാൻ പോലും അവരെ അനുവദിച്ചിരുന്നില്ല. യൂറോപ്യൻ ലാംഗ്വേജ് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളൊരു നിയമം അവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നേറ്റീവ് ലാംഗ്വേജസ് അവിടെ ഇൻഫീരിയറായി മാറുകയാണ്. കാരണം അവിടുത്തെ ആ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന നേറ്റീവ്സ് പോലും അവരൊരു സ്ലേവ്സ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്റ്റാറ്റസും അതുപോലെ തന്നെയാണ്. ദേ വേ കൺസിഡേർഡ് ആസ് ഇൻഫീരിയർ, ആസ് ഓൾമോസ്റ്റ് നോൺ ഹ്യൂമൻ. ഒരു പ്രോപ്പർട്ടി എന്നൊരു രീതിയിലാണ് നേറ്റീവ്സിനെ കണ്ടിരുന്നത്. അപ്പോൾ തന്നെ അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ആയാലും അവർ പ്രാക്ടീസ് ചെയ്യുന്ന കൾച്ചർ ആണെങ്കിലും എല്ലാത്തിനും ആ ഒരു ഇൻഫീരിയോറിറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു നേറ്റീവ് ലാംഗ്വേജ് സബ്മേർജ് ആയി പോവുകയാണെങ്കിൽ പോലും പല സ്ഥലത്തും ഈ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കാണുമായിരുന്നു. കാരണം സ്ലീവ്സ് ആ ഒരു ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. എത്രമാത്രം അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും അവർക്ക് നാച്ചുറലായിട്ട് അറിയാവുന്നത് അവരുടെ ആ ഒരു നേറ്റീവ് ടങ്ങാണ്. അപ്പോൾ കോളനൈസേഴ്സിൻ്റെ യൂറോപ്യൻ ലാംഗ്വേജ്, അതുപോലെ സ്ലേവ്സിൻ്റെ ആഫ്രിക്കൻ ലാംഗ്വേജ്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സിൻ്റെ ഒറിജിനൽ നേറ്റീവ്സിൻ്റെ ഒരു അമേരിക്കൻ ലാംഗ്വേജ്, ഇങ്ങനെ എല്ലാം തന്നെ ഒരു മിക്സിങ്, ഒരു രീതിയിൽ ഒരു ക്രിയോലൈസേഷൻ എന്നാണ് എന്നെ പറയുന്നത്, ഒരു കോംപ്ലക്സ് ആയിട്ടൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത് പിന്നീട് അവിടുത്തെ ലിറ്ററേച്ചറിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഓഥർ പറയുന്നത് കരീബിയൻ ഐലൻഡ്സിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. അവിടെ വീണ്ടും സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് കൊളോണൈസേഴ്സ് ആണെങ്കിൽ അവിടെ അവർ ഏത് ലാംഗ്വേജ് ആയിരിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഉറപ്പായിട്ടും യൂറോപ്യൻ ലാംഗ്വേജസിന്. അവരുടെ കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നത്. അതായത് ഷേക്സ്പിയർ, എലിയറ്റ്, ഓസ്റ്റൻ, ഇങ്ങനത്തെ ബ്രിട്ടീഷ് ലാംഗ്വേജിനും ലിറ്റററി ഫോംസിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അവിടുത്തെ കരീബിയനിലെ കുട്ടികൾ പഠിക്കുന്നത് ബ്രിട്ടീഷിലെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, ഐഡൻറ്റിറ്റി എങ്ങനെയാണ് എന്നാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലിറ്ററേച്ചറും ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ചുമാണ് അവർ പഠിച്ചിരുന്നത്. അതാണ് അവിടുത്തെ ഒരു പാരഡോക്സ് ആയിട്ട് ഓഥർ പറയുന്നത്. കാരണം കരീബിയനിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലെ അല്ലെ ബ്രിട്ടനിലെ രാജാക്കന്മാരാരൊക്കെയാണ്, രാജ്ഞിമാരാരൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ മെയിൻ ഇവൻറ്റ്സ് എന്നത് എണ്ണമിട്ട് പറയാൻ പറ്റും. പക്ഷെ അവരുടെ സ്വന്തം നാടായിട്ടുള്ള കരീബിയൻ ഐലൻഡ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അവർക്കൊന്നും തന്നെ അറിയത്തില്ല. കാരണം ഒരു രീതിയിലുള്ള നേറ്റീവ് കാര്യങ്ങളും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല. കരീബിയൻ ഐലൻഡ്സിൻ്റെ ഹിസ്റ്ററിയോ ഒറിജിനോ ലാൻഡ്സ്കേപ്പോ അവിടുത്തെ ഇവൻറ്റ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലിറ്ററേച്ചറോ ഒന്നും തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. കംപ്ലീറ്റ്ലി യൂറോപ്യൻ സെൻട്രലൈസ്ഡ് ആണ്, യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഒരു ഐറണി ആയിട്ട് ഓഥർ പറയുന്നത്. കാരണം ഇംഗ്ലീഷിൽ യൂറോപ്യൻ ഫിഗേഴ്സ് ആയിട്ടുള്ള ഷെർവുഡ് ഫോറസ്റ്റ്, റോബിൻ ഹുഡ്, ഇതൊക്കെയാണ് കൂടുതലും അവർ പഠിച്ചിരുന്നത്. പക്ഷേ അവരുടെ തന്നെ ലോക്കൽ ഹീറോ ആയിട്ടുള്ള നാനി ഓഫ് ദി മെറൂൺസിനെ അവർ ഈ കഴിഞ്ഞ കാലത്താണ് അറിയുന്നത് പോലും ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുന്നത് അവർക്കൊട്ടും പരിചയമില്ലാത്ത ഇവൻറ്റ്സ് ഒക്കെയാണ് അവർ പഠിക്കുന്നത്. അതുപോലെ കരീബിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും മഞ്ഞ് വീഴ്ച സംഭവിക്കുന്ന ഒരു സ്ഥലമല്ല. അവരുടെ കൂടുതലും ഹെറിക്കെയിൻസ് ആണ് സംഭവിക്കുന്നത്. പക്ഷേ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊടുങ്കാറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് പകരം മഞ്ഞിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കാരണം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണാണ്. മഞ്ഞ് വീഴ്ചയാണ് യൂറോപ്പിൽ കാണുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ കുട്ടികൾ മഞ്ഞിനെ കുറിച്ച് പഠിക്കുന്നത്. പക്ഷെ ആ ഒരു കരീബിയൻ ഐലൻഡ്സിൽ കോമൺ ആയിട്ടുള്ള കൊടുങ്കാറ്റിനെ പറ്റി അവർക്ക് ഒരു രീതിയിലുള്ളൊരു അറിവും ലഭിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പാളിച്ചകൾ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആ ഒരു ക്രിയോലൈസേഷനും സംഭവിക്കുന്നത്. ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫോൾട്ടും ഇതുതന്നെയാണെന്ന് ഓഥർ പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നേഷൻ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്?
Nation language is the language which is influenced very strongly by the African model, the African aspect of our New World or Caribbean heritage. English, it may be in terms of some of its lexical features, but in its contours, its rhythm and timbre, its sound explosion, it is not English. ഇതിൽ പറയുന്നത് നേഷൻ ലാംഗ്വേജിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അത് ഒരു പക്ഷെ കേൾക്കാൻ അല്ലെങ്കിൽ ചെറിയൊരു റിതം ലെക്സിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുമെങ്കിലും അതിൻ്റെ ഒരു കോർ, അറ്റ് ഇറ്റ്സ് കോർ ഇറ്റ് ഈസ് ആഫ്രിക്കൻ ഇൻ നേച്ചർ. ഒരു ആഫ്രിക്കൻ ആസ്പെക്റ്റ് അല്ലെങ്കിൽ കരീബിയൻ ഹെറിറ്റേജിലാണ് ഈ ഒരു നേഷൻ ലാംഗ്വേജ്. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കരീബിയൻ ലാംഗ്വേജ് ആണ്, ആഫ്രിക്കൻ ആസ്പെക്റ്റ് ആണ്. ചെറിയൊരു വ്യത്യാസങ്ങൾ, ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് നമുക്കവിടെ കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും ആ ഒരു കോളനൈസേഷൻ്റെ ഒരു എഫക്റ്റാണത്. പിന്നെ പറയുന്നത് എന്താണ്, അദ്ദേഹം പറയുന്നു ലാംഗ്വേജിന് തീർച്ചയായും ഒരു അതിൻ്റേതായൊരു റോളുണ്ട്. ഒരു റെവല്യൂഷൻ എന്നൊക്കെ നടക്കുന്ന സമയത്ത് ലാംഗ്വേജിന് തീർച്ചയായും ഒരു റോൾ ഉണ്ടെന്നാണ് ഓതർ വിശ്വസിക്കുന്നത്. കാരണം കോളനൈസേഴ്സിന് ഇവിടെ വന്നിട്ട് നേറ്റീവ്സിന് ഇത്രയും ഇൻഫീരിയർ ആയിട്ട് ഒരു രീതിയിൽ അവരെ ഇത്രയും അടിച്ചമർത്താൻ സാധിക്കുമെങ്കിൽ അത് കുറേയൊക്കെ ഈ ഒരു ഭാഷ കാരണം തന്നെയാണ്. അവരുടെ ഭാഷ സുപ്പീരിയർ ആണെന്നുള്ളൊരു ഒരു അസംഷൻ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ആ ഒരു ഭാഷയിലൂടെ തന്നെ യൂറോപ്യൻ ഐഡിയോളജി പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ സ്വന്തമായിട്ടുള്ളൊരു നേറ്റീവ് ഐഡൻറ്റിറ്റി തകർക്കുക, ഇതെല്ലാം ഭാഷയിലൂടെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് വലിയൊരു റോൾ ഉണ്ടെന്ന് ഓതർ പറയുന്നുണ്ട്. പക്ഷെ നേഷൻ ലാംഗ്വേജിനെ ഒരിക്കലും ഡയലക്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡയലക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ലാങ്, അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ്, അങ്ങനെ ഒരു രീതിയിലുള്ളൊരു സ്ലാങ് ആയിട്ട് ഡയലക്റ്റ് എന്ന നേഷൻ ലാംഗ്വേജിന് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടിനും ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. What is the difference? He says the word dialect had been bandied about for a long time and it carries very pejorative overtone. So it is most like a bad English. Dialect is inferior English. It is the language used when you want to make fun of someone, and caricatures speak in dialect. Dialect has a long history coming from the plantation where people's dignity is distorted through the language and description which the dialect gave to them. ഇതൊക്കെയാണ് ഓതറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് കാലങ്ങളായി ഉപയോഗിച്ച് വരുന്നൊരു പദമായതുകൊണ്ട് തന്നെ ക്ലീഷേ എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ക്ലീഷയായി മാറിയ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി മാറിയ ഒരു കാര്യമാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. കാരണം മാത്രമല്ല, ഡയലക്റ്റിനെ ഓതർ പറയുന്നത് ബാഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഇംഗ്ലീഷ് എന്നാണ്. നമ്മൾ പൊതുവെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നതെന്ന് ഓതർ പറയുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം നേഷൻ ലാംഗ്വേജ് എങ്ങനെയാണ് വ്യത്യാസമാവുന്നത്? നേഷൻ ലാംഗ്വേജ് ഈസ് ദി സബ്മേർജ്ഡ് ഏരിയ ഓഫ് ദാറ്റ് ഡയലക്റ്റ് വിച്ച് ഇസ് മച്ച് മോർ ക്ലോസ്ലി അലൈഡ് ടു ദ ആഫ്രിക്കൻ ആസ്പെക്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദി കരീബിയൻ. നേരത്തെ കണ്ട ഒരു ഡെഫിനിഷൻ പോലെ തന്നെ നേഷൻ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു ഓവർടോൺ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും, ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആസ്പെക്റ്റ് ആണ്. ഒരുപക്ഷെ കേൾക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ അത് ഇംഗ്ലീഷായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ഒരേ സമയം ഇംഗ്ലീഷാണ് ആഫ്രിക്കൻ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷെ അതിൻ്റെ ഒരു കോറായിട്ട് ഐഡിയ ആയിട്ട് വരുന്നത് ആഫ്രിക്കൻ ആസ്പെക്റ്റ് ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് തരാൻ ഓതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നു ഇത് വളരെയധികം വളരെ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ, ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരുപാട് എക്സാമ്പിൾസ് ഓതറിന് തരാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും അദ്ദേഹം നേഷൻ ലാംഗ്വേജിൻ്റെ കുറച്ചും കൂടി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തേത്, ഇതൊരു ഓറൽ ട്രഡീഷൻ ആണെന്നാണ് പറയുന്നത്. വാമൊഴിയായിട്ട് പറഞ്ഞു വന്നിരുന്ന ഒരു ഫീച്ചറാണ് നേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് എൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് സൗണ്ടിലാണ്. ആ ഒരു ശബ്ദത്തിലാണ് എൻ്റെ പകുതിയോളം മീനിങ്ങും ഇരിക്കുന്നത്. അപ്പോൾ അത് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രൈമറിലി ഒരു ഓറൽ ട്രഡീഷൻ ആണെന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് അതിൻ്റെ ഒരു മീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു കാലിപ്സോ എന്നൊരു മീറ്റർ, ഒരു ഏൻഷ്യൻ ഫോമാണ് അതിനുള്ള നേഷൻ ലാംഗ്വേജ് എന്നുള്ളത്.
കാരണം എന്താ, അയാംബിക് പെൻഡാമീറ്റർ അല്ല അത് ഉപയോഗിക്കുന്നത്, പകരം ഡാക്ടൈലാണ്. And he further says that in Shakespearean iambic pentameter, the voice travels in a single forward plane towards the horizon of the end. In the calypso, after the skimming movement of the first line, we have a distinct variation. The voice dips and deepens to describe an intervallic pattern. The വ്യത്യാസം ഇതന്നെയാണ്. അയാംബിക് പെൻഡാമീറ്റർ ആണെങ്കിൽ ഒരു സിംഗിൾ ഫോർവേഡ് പ്ലെയിനിലായിരിക്കും, വലിയ വേരിയേഷൻ വരത്തില്ല. പക്ഷേ ഇത് ഡാക്ടൈലാണ് എംപ്ലോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡാക്ടൈലിൽ വേരിയേഷൻ വരുന്നുണ്ട്, അതാണ് വ്യത്യാസം. പിന്നീട് നേഷണൽ ലാംഗ്വേജിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ എക്സ്പ്രഷൻ. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ഓറൽ ട്രഡീഷനാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ടും ആ ഒരു നോയ്സിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അതൊരാൾ കേൾക്കുന്നു, ആ ഒരു ശബ്ദം ഒരാൾ കേൾക്കുന്നു, ആ ഒരു ലാംഗ്വേജിൽ സംസാരിക്കുന്നത് ഓഡിയൻസ് കേൾക്കുന്നു, അതുപോലെ അതേ ശബ്ദത്തിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു കോൺവെർസേഷൻ അവിടെ കംപ്ലീറ്റ് ആകുന്നത്. That is what he calls as the total expression. And this total expression comes about because people be in the open air, because people live in conditions of poverty, because they come from a historical experience where they had to rely on their very breath rather than on paraphernalia like books and museums and machines. ഇതിൽ ഉദ്ദേശിക്കുന്ന ടോട്ടൽ എക്സ്പ്രഷൻ എന്നത് ഒരു ഫീച്ചറായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. ഓറൽ ട്രഡീഷനാണെന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് ഒരു രീതിയിലുള്ളൊരു പാരഫെർനലിയും ഇത് ഉപയോഗിക്കുന്നില്ല. അതായത് ബുക്സോ മ്യൂസിയംസോ അങ്ങനത്തെ രീതിയിൽ റിട്ടൺ ആയിട്ട് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഓറലാണ്. കാരണം എന്താ, സൗണ്ടാണ് അതിൻ്റെ മേജർ കമ്പോണൻറ്റ്. ആ ശബ്ദത്തിലാണ് അതിൻ്റെ മീനിങ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ നമ്മൾ ആ ഒരു വാക്ക് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ആകെ മൊത്തം നശിക്കുമെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും നേഷണൽ ലാംഗ്വേജിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെന്നും പറയുന്നു. അത് ഓറൽ ട്രഡീഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടോട്ടൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമേ ആ ഒരു കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല, കൂടുതലും റൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബുക്സും മ്യൂസിയംസും മെഷീൻസും ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നേരത്തെ പറയുന്നുണ്ട്, വളരെ കുറച്ച് എക്സാമ്പിൾസ് തരാൻ സാധിക്കുന്നുള്ളൂ എന്നും, എന്നാൽ പോലും ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. ഇറ്റ് ഈസ് എ സോങ് നെയിം ഡാൻ ഇസ് ദ മാൻ ഇൻ ദ വാൻ ബൈ മൈറ്റി സ്പാരോ. ഇത് ഈ ഒരു ടൈറ്റിൽ യൂട്യൂബിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു സോങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോങ് ഇസ് ഡാൻ ആൻഡ് ദ മാൻ ഇൻ ദ വാൻ ആൻഡ് ഇറ്റ് വാസ് സങ് ബൈ മൈറ്റി സ്പാരോ. ഓക്കെ, കാലിപ്സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു കാലിപ്സോ ഫോമിലാണിത് പാടുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. ഇതിൽ മൈറ്റി സ്പാരോ പറയുന്ന ബേസിക് ഒരു ഐഡിയ എന്ന് പറയുന്നത്, ആ ഒരു സോങ്ങിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കളിയാക്കിക്കൊണ്ടുള്ളൊരു സറ്റാരിക്കലായിട്ടൊരു ഐഡിയ ആണ്. കാരണം അവർ പഠിക്കുന്നത് ആ ഒരു കരീബിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ അവർ പഠിക്കുന്ന റോബിൻ ഹുഡിനെ കുറിച്ചും കിങ് ആൽഫ്രഡ് ആൻഡ് ദ കേക്ക്, കിങ് ആർത്തർ ആൻഡ് നൈറ്റ് ഓഫ് ദ റൗണ്ട് ടേബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത്. പക്ഷേ മൈറ്റി സ്പാരോ പറയുന്നത് ഇത് വെറും വാക്കുകൾ മാത്രമാണ്, പാഴ്വാക്കുകളാണ്. ഒരു രീതിയിലുള്ളൊരു മീനിങ്ങോ ഒരു രീതിയിലൊരു ഉപയോഗമോ അവർക്ക് ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഐഡിയ ആണ് ആ ഒരു സോങ്ങിൽ അദ്ദേഹം പറയുന്നത്. കാലിപ്സോ ഫോമിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു റൈം സ്കീം നമുക്ക് ആ ഒരു സോങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാലിപ്സോയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ ഒരു സോങ് ആണ്. ആൻഡ് യു ക്യാൻ സെർച്ച് ഫോർ ദിസ് ആൻഡ് ലിസൺ ടു ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആക്ച്വലി കാലിപ്സോ ആൻഡ് നേഷണൽ ലാംഗ്വേജ്. വേറൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്, ദ റോയൽ റീഡർ എന്നൊരു ബുക്ക്, അതുപോലെ തന്നെ നെൽസൺസ് വെസ്റ്റ് ഇന്ത്യൻ റീഡർ ബൈ ജെ.ഒ. കട്ട്റേജ്. ഇതെല്ലാം തന്നെ അവർക്ക് സ്കൂളിൽ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്ന ഫ്രേസസ് എന്തൊക്കെയാണ്? ദ കൗ ജംപ്ഡ് ഓവർ ദ മൂൺ, ഡിങ് ഡോങ് ബെൽ പുസി ഇൻ ദ വെൽ, ട്വിറ്റി ആൻഡ് ട്വളി വെ ടു സ്ക്രൂസ്, ഇങ്ങനത്തെ പല റൈംസും അവർക്ക് പഠിക്കേണ്ടി വന്നു, ഫ്രേസസും പഠിക്കേണ്ടി വന്നു. പക്ഷെ ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എം ടി വേർഡ്സ് ആണ്. കാരണം അവർ ശരിക്കും
അറിയേണ്ടിയിരുന്ന അവരുടെ റീജിയണൽ ലാംഗ്വേജിനെ കുറിച്ചോ കൾച്ചറിനെ കുറിച്ചോ ഒന്നും തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി വളരെ ഇൻഫീരിയർ ആണ്, ഓൾമോസ്റ്റ് യൂസ്ലെസ് ആണെന്നുള്ളൊരു അസംഷൻ, ഒരു ഐഡിയോളജിയാണ് അവർക്ക് കൊടുത്തിരുന്നത്. യൂറോപ്യൻ ഐഡിയോളജിയാണ് സുപ്പീരിയർ എന്നുള്ളൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവരെ ഒരു സ്യൂഡോ യൂറോപ്യൻസ് ആക്കി എന്താണ് മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടന്നത്. അതാണ് അവർ അനുഭവിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും. കാരണം അവർക്ക് നാച്ചുറലി ഉണ്ടായിരുന്ന ഒരു നേറ്റീവ് ഐഡൻറ്റിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. മാത്രമല്ല അവർക്ക് ഈ ഒരു കോളനൈസേഴ്സ് കൊടുക്കുന്ന യൂറോപ്യൻ ഐഡിയോളജി അതവർ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അവരെ ഒരിക്കലും കോളനൈസേഴ്സ് സ്വന്തമായിട്ട് കാണത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നേറ്റീവ്സ് ആണ്, സ്ലേവ്സ് ആണ്. എത്രമാത്രം യൂറോപ്യൻ എഡ്യൂക്കേഷൻ കൊടുത്താലും, എത്രമാത്രം നേറ്റീവ്സ് ഇംഗ്ലീഷ് സംസാരിച്ചാലും, ഇംഗ്ലീഷ് കൾച്ചറിനെ കുറിച്ച് അറിഞ്ഞാലും ഒരിക്കലും ഇവർ നേറ്റീവ്സിനെ യൂറോപ്യൻസ് ആയിട്ട് കൂട്ടത്തില്ല. പക്ഷെ അതേസമയം ഈ നേറ്റീവ്സിന് അവരുടെ ലാൻഡിൽ ഒരു സ്ഥാനമുണ്ടോ? അതുമില്ല. അങ്ങനെ രീതിയിലൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് സംഭവിക്കുന്നത്. സോ അറ്റ് ദിസ് കൺക്ലൂഷൻ ദി ഓതർ സെസ് ദാറ്റ് now they have a very confident moment of nation language. In fact, it is inconceivable that any Caribbean poet writing today is not going to be influenced by this submerged or emerging culture. കൺക്ലൂഷനായിട്ട് പറയുന്നത്, നേറ്റീവ് ലാംഗ്വേജിന് ഇപ്പോൾ ഒരു റെക്കഗ്നിഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതൊരു സബ്മേർജ്ഡ് ആയിട്ടുള്ളൊരു കൾച്ചറിൽ നിന്ന് എമേർജിങ് കൾച്ചറായിട്ട് മാറി വരുന്നുണ്ടെന്നും, ഓരോ റൈറ്ററിനും ഓരോ കരീബിയൻ പോയറ്റും ഈ ഒരു കൾച്ചർ അറിഞ്ഞുകൊണ്ടാണ് വരുന്നതെന്നും, അതായത് നേഷൻ ലാംഗ്വേജിന് അത് അർഹിക്കുന്ന ഒരു ആദരവും അത് അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും ഇപ്പം അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ടോണാണ് ഓതർ തരുന്നത്. അതുകൊണ്ട് തന്നെ ഓതറിൻ്റെ ഒരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഭാവിയിൽ അവർക്ക് ഡിനൈ ചെയ്തിരുന്ന ആ ഒരു അവകാശം, അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ, എഴുതാൻ ഉള്ള ഒരു അവകാശം അവർക്ക് ഭാവിയിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഓതർ കൺക്ലൂഷനിൽ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി essay Nation Language. I hope it was understandable. And if it was, do like the video and share your opinion as well. And thank you for your patient listening. So I'll see you in the next video. Thank you.